നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പ്രവാചകനെ കുറിച്ചായിരുന്നല്ലോ. കാരണം അതിന്റെ 2 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 3-ാമത്തെ എപ്പിസോഡ് നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് യിരെമ്യാവിന്റെ പുസ്തകം 23-ന്റെ 28-ൽ 28-ൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് 28-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആരംഭിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയുമെന്ന് യിരെമ്യാവ് പറഞ്ഞു. അപ്പോൾ പഴയ നിയമ പ്രവാചകൻ യിരെമ്യാവ് പറയുകയാണ്, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അത് സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയുമെന്ന് യിരെമ്യാവ് പറഞ്ഞു. അപ്പൊ ദൈവവചനത്തിൽ വളരെയധികം ഉത്തരങ്ങളുണ്ട്. ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകൻ ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനും അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ടും യഹോവ അയച്ച പ്രവാചകനാണ് എന്നും തെളിയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവ അയച്ചതാണെങ്കിൽ എന്താണ്? അവൻ സമാധാനം പ്രവചിക്കുന്നവനായിരിക്കും. ദൈവത്തിന്റെ സമാധാനം പ്രവചിക്കുന്നവനായിരിക്കും, അല്ലേ? അവൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലേ? നമ്മൾ ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏലിയാവ് ഒരു വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവസാനത്തെ ഭക്ഷണവും കഴിച്ച് മരിക്കുവാനിരിക്കുന്ന വിധവയുടെ വീട്ടിലേക്ക് ഏലിയാവിനെ അയക്കുന്നു. പക്ഷേ ഏലിയാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോ ദൈവം അയക്കുന്ന പ്രവാചകൻ സത്യസന്ധനായ പ്രവാചകനായിരിക്കും, അല്ലെ? അവന്റെ പോക്കറ്റ് നിറയ്ക്കുവാൻ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ എടുക്കുവാൻ അവന്റെ ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രവാചകനായിരിക്കില്ല. ഇന്നത്തെ പ്രവാചകന്മാർ പലരും അങ്ങനെ തന്നെയാണ്. അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന പ്രവാചകന്മാർ, അല്ലെ? അവരുടെ കുടുംബത്തിലേക്ക് എല്ലാം കൊണ്ടുപോകാനും അവരുടെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതൊക്കെ സമ്പാദിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ പ്രവാചകൻ ഒരുങ്ങുന്നത്, അല്ലെ? പൊതുപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകൻ വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എസെക്കിയേലിന്റെ പുസ്തകം 2:5 നമ്മൾ വായിക്കുന്നു: കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയണം. അപ്പൊ മത്സരഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് അറിയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ട ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോവയായ ഞാൻ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ നേരെ കൈ നീട്ടി അവനെ ഇസ്രായേൽ ജനത്തിൽ നിന്നും സംഹരിച്ചു കളയും. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്, വശീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാചകന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ മോട്ടിവേഷണൽ സ്പീക്ക് പോലെയുള്ള സ്പീക്ക് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ സംഹരിച്ചു കളയുമെന്നാണ് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. അങ്ങനെ പ്രവചിച്ചാൽ, അല്ലെ? അങ്ങനെ വശീകരിച്ച് പ്രവചിച്ചാൽ, അല്ലെ? കാരണം അങ്ങനെയെല്ലാം പ്രവാചകന് ഒരു വലിയ ജോലിയാണ് ദൈവം നൽകിയിരിക്കുന്നത്, അല്ലെ? ദൈവം അയച്ചിട്ടാണ് പ്രവാചകൻ വരുന്നത്. അതൊരു ദൈവ നിയോഗമാണ്. ആ നിയോഗത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് പ്രസ്താവിക്കാൻ കഴിയുകയുള്ളൂ, അവന് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോ ആ പ്രവചനത്തിലൂടെ മാത്രം, കാരണം തളർന്നു പോയ ഒരു മനുഷ്യനെ പിടിച്ചെഴുന്നേറ്റ് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന ദൗത്യമാണ് പ്രവാചകൻ ഉള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അല്ലാതെ മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തി ഇന്ന് വരും, നാളെ കാര്യങ്ങൾ നടക്കും, നാളെ കഴിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവൻ പ്രവാചകനല്ല. അവൻ മോട്ടിവേഷണൽ സ്പീക്കർ മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല, അല്ലെ? ഇന്നത്തെ പ്രവചനങ്ങളെ കുറിച്ച് നിങ്ങൾ അമേരിക്കയ്ക്ക് പോകും, ഓസ്ട്രേലിയക്ക് പോകും, ഇങ്ങനെ. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ പോയോ എന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു, ഇതുവരെ ഞാൻ പോയില്ല. കാരണം 1.5 വർഷം 2 വർഷം ഞാൻ അവിടെ പോയി, ആ പ്രവചനവും കേട്ട് ഞാൻ അങ്ങനെ ഇരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ പോയില്ല. എത്രയോ വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു, ഇതുവരെ എനിക്ക് പോകാനൊത്തില്ല. കാരണം അവരൊരു മാസവും 6 മാസമെന്നോ 1 വർഷമെന്നോ 2 ആഴ്ചയെന്നോ ഒക്കെ പറയും. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും
ജനങ്ങൾ തന്നെ മടുക്കാനായിട്ട് തുടങ്ങും അവരുടെ പ്രവചനം എന്ന് പറയുന്നത്. ഏലിയാവ് പറഞ്ഞു ആ സമയത്ത് അവിടെ മഴ പെയ്തു. പക്ഷേ ഇന്നത്തെ പ്രവാചകന്മാർ 6 മാസം കഴിഞ്ഞ് നടക്കുമെന്ന് പറയുന്ന പല കാര്യങ്ങളും നടന്നേ വരികയില്ല. അവർ 6 മാസം 12 മാസം കാത്തിരുന്നാലും പിന്നെ ഒരു 18 മാസം കൂടെ കാത്തിരുന്നെന്ന് പറഞ്ഞാലും ഈ 20 മാസം 25 മാസം കാത്തിരുന്നെന്ന് പറഞ്ഞാലും നടക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാരോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഹോശേയയുടെ പുസ്തകം വായിക്കുമ്പോൾ 9:7 സന്ദർശനകാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു, നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദോഷവും നിമിത്തം പ്രവാചകൻ പോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രായേൽ അറിയും. അങ്ങനെ യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനെ കുറിച്ച് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു 1:23 എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവുവാൻ ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ പ്രവാചകൻ പറയുന്നതിന് ഒരു നിവൃത്തിയുണ്ട്. കാരണം അവനൊരു ഡേറ്റ് പറഞ്ഞെങ്കിൽ, ഒരു സമയം പറഞ്ഞെങ്കിൽ അതിനൊരു നിവൃത്തി ഉണ്ടാകും അല്ലേ. ഏലിയാവ് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. കാരണം അതിനൊരു സമാപ്തി ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പ്രവാചകന്മാർ പറയുന്നതിനൊന്നും വലിയ സമാപ്തികളില്ല, യാതൊരു സമാപ്തികളുമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക, ആരെങ്കിലുമൊക്കെ എഴുന്നേൽപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നടന്നു പോകണം, അവർക്ക് ഫേമസ് ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയല്ല അവർ ജോലി ചെയ്യുന്നത്. അവർക്ക് ഫേമസ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ഫേമസ് ആകുവാൻ വേണ്ടിയുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ട് അവർ കിടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. മത്തായി 2:6 നമ്മൾ വായിക്കുന്നു, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ മുഖാന്തരമാണ് ദൈവം സംസാരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ്, ദർശനമായി അറിയിക്കുന്നവനാണ്, സമാധാനം അറിയിക്കുന്നവനാണ് പ്രവാചകൻ. അപ്പൊ പ്രവാചകന്റെ ജോലി അതാണ്, അല്ലാതെ സമൃദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല പ്രവാചകന്റെ ജോലി. കാരണം നിന്നെ കാക്കുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് എന്ന് നിന്നെ അറിയിക്കുവാനയക്കുന്ന ഒരു ദൂതനെ പോലെ അവർ കടന്നു വരും. അതാണ് പ്രവാചകൻ. അല്ലാതെ ഒരു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് പ്രവചിക്കുന്നതല്ല പ്രവാചകൻ അല്ലെ. നിന്നെ ദൈവം നീ എവിടെയാണോ അവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഏലിയാവിനെ ആ വീട്ടിലേക്ക്, വിധവയുടെ വീട്ടിലേക്ക് അയച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വീട്ടിലേക്ക്, ആ വീടിന്റെ അവസാനം, അതായത് ആ വീട് തീരാൻ പോകുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ആ ഏലിയ പ്രവാചകനെ ആരയക്കുന്നത്? ദൈവം അയക്കുന്നത് അല്ലെ. ആ വീടിന്റെ കഷ്ടാവസ്ഥയിൽ, ആ വീട് തീരാൻ പോകുന്നു എന്ന അവസ്ഥയിൽ, ഇതിപ്പോ സ്റ്റേജൊക്കെ കെട്ടി അവിടെ വലിയ പോസ്റ്ററൊക്കെ ഇട്ടിട്ട് വേണം പ്രവാചകന്റെ അടുക്കലേക്ക് ആളുകൾ ചെല്ലണമെങ്കിൽ. അതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. പ്രവാചകൻ സാധാരണ വീട്ടിലേക്ക് ദൈവം അയച്ചിട്ടാണ് വരുന്നത്. ഇന്നത്തെ പിന്നെ പ്രവാചകന്മാരെ പലരും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. എന്തിനാ വരുന്നെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. അപ്പൊ അതവിടെ കിടന്നുകൊണ്ട് ഞാൻ മത്തായിയുടെ സുവിശേഷം 2:15 പറയുന്നത് ഇങ്ങനെയാണ്, ഹേരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു, മിസ്രയീമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകാൻ സംഗതി വന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവചനങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർ പ്രവചിച്ച പല വാക്യങ്ങളാണ്. അതിനെല്ലാം നിവൃത്തി വന്നു അല്ലെ. ഇരമ്യാവ് പ്രവചിച്ചത്, യെശയ്യാവ് പ്രവചിച്ചത്, ഹോശേയ പ്രവചിച്ചത്, അങ്ങനെ ഓരോ പ്രവാചകന്മാർ പ്രവചിച്ചതെല്ലാം സംഭവിച്ചു. ഇന്നത്തെ പ്രവാചകൻ പറയുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടത് ഒരു വലിയൊരു എന്താ പറയാ, നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ? കാരണം ഇവര് പ്രവചിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അല്ലെ. മത്തായിയുടെ സുവിശേഷം 10:41 വായിക്കുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 10:41 പറയുന്നു. മത്തായി 13:35 പറയുന്നു, പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പൊ പ്രവാചകൻ പറയുന്നതിനെല്ലാം ഒരു നിവൃത്തി വരും. ഒരിക്കലും ഒരു പ്രവാചകൻ ഒരു ഡേറ്റോ ഒരു സമയമോ പറഞ്ഞെങ്കിൽ അതിന് നിവൃത്തി വരും. ആ ഡേറ്റിൽ തന്നെ നിവൃത്തി വരും. അല്ലാതെ അത് 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞോ അല്ല അത് സംഭവിക്കാൻ പോകുന്നത്. ആ ഡേറ്റിൽ തന്നെ സംഭവിക്കാൻ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ, ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകനാണെങ്കിൽ
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 13:57 പറയുന്നു, യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പുതുനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അല്ലെ, എവിടെ അവന് ബഹുമാനം? ഒരു പ്രവാചകൻ തന്റെ പുതുനഗരത്തിൽ സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അപ്പോ അവിടെയാണ് അവന്റെ ബഹുമാനത്തെ കുറിച്ച് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 14:5 അവൻ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. കണ്ടോ, അവനെ കൊല്ലുവാനായിട്ട് മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ ഭയപ്പെട്ടു എന്നും അവിടെ രേഖപ്പെടുത്തി. അപ്പൊ ദൈവം അയച്ചിട്ട് വരുന്നവരെ എന്ത് ചെയ്യും? പ്രവാചകന്മാരെ എല്ലാവരും ഭയക്കും. കാരണം എന്താണ്? അവന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ തൊടുക അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21:5 പറയുന്നു, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തി വരുവാൻ സംഗതി വന്നു. നമ്മൾ വായിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 21:26 നമ്മൾ കാണുന്നു, മനുഷ്യൻ എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാൻ പ്രവാചകനെന്നല്ലോ എണ്ണുതെന്ന് പറഞ്ഞു. അതുപോലെ മത്തായിയുടെ സുവിശേഷം 21:46 പറയുന്നു, അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എന്നാൽ പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകൊണ്ട് അവരെ ഭയപ്പെട്ടു എന്ന് അവിടെ കാണുന്നു. അപ്പൊ മർക്കോസ് 6:4 പറയുന്നു, യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മർക്കോസ് 6:15 വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു. അതുപോലെ മർക്കോസ് 11:32 പറയുന്നു, മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാൻ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുകൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 7:16 പറയുന്നു, എല്ലാവർക്കും ഭയം പിടിച്ചു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അപ്പോൾ ഒരു പ്രവാചകൻ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് 7:16 വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പുതിയ നിയമമാണിത്, സുവിശേഷങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഭയം പിടിച്ചു, എല്ലാവർക്കും ഭയമുണ്ടാകും. കാരണം ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തേക്കുന്നു? സന്ദർശിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം സന്ദർശിച്ചു എന്ന ഉറപ്പുള്ളപ്പോഴാണ് ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നത്. അപ്പൊ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിലേ പ്രവാചകൻ വരത്തുള്ളൂ, അല്ലാതെ ഒന്നും ഒരു പ്രവാചകനും ജനിക്കാൻ പോകുന്നില്ല. സ്വയമായി പ്രഖ്യാപിത പ്രവാചകൻ ഉണ്ടാകുമെന്നല്ലാതെ ഒരു പ്രവാചകനും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങളെ. അല്ലെ, എല്ലാവർക്കും ഭയം പിടിച്ചു. എന്തിനാണ്? ദൈവത്തെ മഹത്വീകരിച്ചു. അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വീകരിക്കാൻ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എന്നെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ദൈവം അയച്ചിട്ട് വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും, നിങ്ങൾ ദൈവത്തെ മഹത്വീകരിക്കുകയും തോന്നും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ പ്രവചനക്കാരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ, ഇവരുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7:39 പറയുന്നു, അവനെ ക്ഷണിച്ച പരീശൻ അത് കേട്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരാണെന്നും എങ്ങനെയുള്ളവനെന്നും അറിയാമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 13:33 പറയുന്നു, എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു, യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസഫ്യമല്ലോ എന്ന് പറയുവിൻ. അല്ലേ, എങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കുക, യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസംഭവ്യമല്ലയോ എന്ന് പറയുവിൻ എന്ന് അവിടെ കാണും. അല്ലെ, അസംഭവ്യമായ ഒരു കാര്യമാണ് പ്രവാചകൻ നശിച്ചു പോവുക എന്ന് പറയുന്നത്. ലൂക്കോസ് 20:6 പറയുന്നു, മനുഷ്യരിൽ നിന്ന് പറഞ്ഞാൽ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചുകൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട്. അല്ലെ, മനുഷ്യരെന്ന് പറഞ്ഞാൽ ജനമൊക്കെ യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കുന്നു, നമ്മെ കല്ലെറിയുമെന്ന് പറഞ്ഞു. അപ്പോ യോഹന്നാൻ 4:19 പറയുന്നു, സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് അവിടെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:14 പറയുന്നു, അവൻ ചെയ്ത അടയാളങ്ങളും ആളുകൾ കണ്ടെത്തിയിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് സത്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അടയാളങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവത്തിൽ നിന്നായിരിക്കുമല്ലോ. ദൈവത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഇവൻ ദൈവത്തിനുള്ള പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:40 പറയുന്നു, പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വാക്കുകൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട്. പ്രവാചകന്റെ വാക്കുകൾക്കും പ്രവർത്തിക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്താണ്?
എന്താണ് അത് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാണ്. 7:52 പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 7:52 പറയുന്നു, പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ 9:17 പറയുന്നു, അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറക്കുന്നത് കണ്ടിട്ടും നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. ഇനി പ്രവൃത്തികളുടെ പുസ്തകം 2:30 പറയുന്നു, എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചതെന്ന് എന്ന് അറിഞ്ഞിട്ട്. അല്ലെ, ഇപ്പൊ രാജാക്കന്മാരെയും സിംഹാസനങ്ങളെയും നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ രാജാവ് ആരാണെന്ന് പോലും പറയുവാൻ കഴിയുന്ന പ്രവചനമാണ് യഥാർത്ഥ പ്രവാചകന്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ വരെ ചെയ്യും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പ്രവർത്തികൾ 7:50 എന്ന പ്രവാചകൻ പ്രവർത്തികൾ 8:34 പറയുന്നു, ഷണ്ഡൻ പീലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു. അല്ലെ, ദൈവവചനം വായിക്കുമ്പോൾ മാത്രമല്ല പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു എന്ന് 8:34 ഷണ്ഡൻ പീലിപ്പോസിനോട് ചോദിക്കുമ്പോഴുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് അറിയുന്ന പീലിപ്പോസ് ചോദിക്കുകയാണ്, ഇത് ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന രംഗത്താണ് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ പ്രവർത്തികൾ 21:10 ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അപ്പൊ പുതിയ നിയമത്തിലും പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പുതിയ നിയമത്തിൽ പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞ് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 113 എഴുതിയ ലേഖനത്തിൽ പറയുന്നു, താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ പ്രവചനം ഒരു വരമാണ്. ആ വരത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ അത് ആ വരം നൽകുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വരമാണ്. കൊരിന്ത്യർ ലേഖനത്തില് നമ്മൾ വായിക്കുമ്പോൾ അത് കാണാറുണ്ട് ഓരോരുത്തർക്കും. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വരങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അന്യഭാഷയോട് ബന്ധപ്പെട്ട വരങ്ങളെ കുറിച്ച് ഞാൻ അവിടെ സംസാരിച്ചായിരുന്നു. അപ്പൊ ആ ഭാഗം കൂടി നോക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ആ വരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ പ്രവചനം ഒരു വരമാണ്. കാരണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നവരാണ് പ്രവാചകൻ എന്ന് നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്നു. ഇന്നത്തെ കാലത്തെ പ്രവാചകന്മാർ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ തന്നെ സൂക്ഷിച്ച് നോക്കുക. കാരണം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവൻ, ദൈവത്തിന്റെ ദർശനങ്ങൾ ലഭിക്കുന്നവൻ, അവനാണ് പ്രവാചകൻ. നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയമായും ദൈവത്തെ മഹത്വീകരിക്കണം. കാരണം ദൈവം അയച്ചിട്ട് വന്നവനാണ്. കാരണം ദൈവത്തെ അയച്ചിട്ട് വരുന്നവന് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ബുക്ക് ഓഫ് ലോർഡ് എന്ന ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.